my dear students, my dear children. നമ്മുടെ റിവിഷൻ സെക്ഷനിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യുന്ന ചാപ്റ്റർ സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററി, ചാപ്റ്റർ 2 ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുടെ പാറ്റേൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ, എങ്ങനെ വരുന്നു, നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. 1 മാർക്ക് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് വൺസ് ഫോർ കോളം എ സെലക്റ്റഡ് ഫ്രം കോളം ബി. ക്ലർജി ഇൻ ഫ്രാൻസ്. ഹെൽഡ് highest position in the army. Levied a tax called the tithe on the common peasants. Page collected toll on bridge and road. കോളം ബിയിൽ നിന്നും കോളം എയ്ക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് എഴുതുക. ക്ലർജി ഏതായാലും ഹെൽഡ് ദ പൊസിഷൻ ഇൻ ആർമി അല്ലല്ലോ, നമുക്കറിയാം, അതല്ല. അതുപോലെ പേജ് കളക്റ്റഡ് ടോൾ ഓൺ ബ്രിഡ്ജ് ആൻഡ് റോഡ്, അതുമല്ല. ലെവിഡ് എ ടാക്സ് കോൾഡ് തിതേ ഓൺ ദ കോമൺ പെസൻസ്, അതാണ് അതിന് ചേരുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് അത് മാച്ച് ചെയ്ത് എഴുതുക. ഓക്കെ, റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് വൺ ഫോർ കോളം എ സെലക്റ്റഡ് ഫ്രം കോളം ബി. വോൾട്ടേർ, റൂസോ, മോന്തസ്ക്യൂ, 3 ഫിലോസഫേഴ്സിൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. അവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ളത് ബി കോളത്തിൽ നിന്നും നമ്മൾ മാച്ച് ചെയ്ത് എഴുതുക. അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. എ ബി സി ഡി 3 ആൻസറാണ് തന്നിരിക്കുന്നത്. എ നോക്കുക, ഓത്തേറിന് അവിടെ ഫിലോസഫർ, ഹിസ്റ്റോറിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ രണ്ടാമത്തേതാണ് അവർ മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ മാച്ച് ചെയ്തിട്ട് ആ കറക്റ്റ് മാച്ചിങ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പർട്ടിക്കുലർ അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മുടെ PDF ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ടീച്ചർ ഇടുന്നതാണ്, ആൻസർ ഇടുന്നതാണ്. നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക, നമ്മുടെ PDF എടുത്ത് നോക്കുക. നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അടുത്തത് 3rd ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അധിക സമയം ഇതിനു വേണ്ടി നിങ്ങൾ ചിലവാക്കാൻ പാടില്ല. കാരണം നമുക്ക് കൂടുതൽ സ്കോറുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമുക്കവിടെ സമയം കിട്ടണം. അതുകൊണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സമയം കളയാൻ പാടില്ല. അവിടെയും മാച്ച് ദ ഫോളോയിങ് ആണ്. ഒളിമ്പിയ, അതുപോലെ ജോൺ ലോക്ക്, മോന്തസ്ക്യൂ മാച്ചായിട്ട് വരുന്ന ഏതൊക്കെയാണ് ബിയിൽ നിന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്തൊക്കെയാണ് ബി തന്നിരിക്കുന്നത് നോക്കിയേ. ട്രീറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്, ദ സോഷ്യൽ കോൺട്രാക്റ്റ്, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ വിമൻ ആൻഡ് സിറ്റിസൺസ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. അപ്പോൾ ഇതിന് ഏതൊക്കെയാണോ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അത് എ ബി സി ഡി 4 ആൻസർ തന്നിട്ടുണ്ട്. അതിലേറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ കലക്ട് ചെയ്യുക. ഒളിമ്പിയ അത് 3 ആണെന്ന് പറയുന്നു. ബി 2 ജോൺ ലോക്കിന് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നു. മോന്തസ്ക്യൂ അദ്ദേഹത്തിന് മാച്ച് ആയിരിക്കുന്നത് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നു. അത് കറക്റ്റ് ആണെങ്കിൽ എ അല്ലെങ്കിൽ ബിയിലേക്ക് നോക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം എയും ബിയും സിയും അതുമായിട്ട് മാച്ചാക്കി നിങ്ങളുടെ മനസ്സിൽ ആൻസർ ഫോം ചെയ്തിട്ട് വേണം നിങ്ങൾ എ ബി സി ഡിയിലേക്ക് നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ മിഡിൽ ക്ലാസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിനെ മിഡിൽ ക്ലാസ്സിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എഡ്യൂക്കേഷണലി ആൻഡ് ഇക്കണോമിക്കലി അഡ്വാൻസ്മെൻറ്റ്, ദേ വെർ ഗിവൺ ദ സ്റ്റാറ്റസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ആർമി. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ലെഡ് ടു ദ റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. ദ മിഡിൽ ക്ലാസ് വാസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. എ ബി സി ഡി 4 ആൻസറാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഫ്രാൻസിലെ മിഡിൽ ക്ലാസ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുക. ഓക്കെ, അത് മനസ്സിൽ വേണം. ഫ്രാൻസിലെ മിഡിൽ ക്ലാസ്.
സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റ് ആണോ? ആണോ? 2 കറക്റ്റ് ആണോ? അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ബിയിലേക്ക് പോവുക. അപ്പം നിങ്ങൾ ആദ്യം 2 കറക്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ ABCDയിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി 5th ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ സെക്കൻഡ് എസ്റ്റേറ്റ് ഇൻ ദ ഫ്രഞ്ച് സോഷ്യൽ സ്ട്രക്ചർ? സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ സോഷ്യൽ സ്ട്രക്ചറിലെ സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ കറക്റ്റ് അല്ലാത്തത് നോട്ട് റിലേറ്റഡ് എന്നാണ് പറയുക. നോട്ട് റിലേറ്റഡ്. ഹെൽഡ് ഹയസ്റ്റ് റാങ്ക് ഇൻ ദ ആർമി, ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ ഗവൺമെൻറ്, ലാൻഡ്ലോഡ്സ്, ദേ ലെവിഡ് എ ടാക്സ് കോൾഡ് തിത്തെ. ഇതിലേതാണ് നോട്ട് റിലേറ്റഡ് ടു ദ സെക്കൻഡ് എസ്റ്റേറ്റ്? സെക്കൻഡ് എസ്റ്റേറ്റ് ആരാണ്? നോബിൾസ് ആണ്. നോബിൾസിനെ സംബന്ധിച്ച് കറക്റ്റ് അല്ലാത്തതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അനലൈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെന്നീസ് കോർട്ട് ഓത്ത്. ഇപ്പോൾ എന്താണ് ടെന്നീസ് കോർട്ട് ഓത്ത്? നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഫ്രഞ്ച് റവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ടിൽ വെച്ച് അവിടുത്തെ തേർഡ് എസ്റ്റേറ്റ് ഒരു ഓത്തെടുത്തു അല്ലേ? അതെന്താണെന്നൊക്കെ എഴുതുക. ഓക്കെ, 2 പോയിൻ്റെങ്കിലും മിനിമം എഴുതണം. 3 പോയിൻ്റ് വരെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡയറക്ടറി ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫ്രാൻസ്. ഇപ്പോൾ ഡയറക്ടറി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ എസ്റ്റാബ്ലിഷ് ആയ ഡയറക്ടറിയെ പറ്റി നിങ്ങളൊരു 2 പോയിൻ്റ് ഓർ 3 പോയിൻറ്റ്സ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് വുഡ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നെപ്പോളിയൻസ് എഡ്യൂക്കേഷണൽ റീഫോംസ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് വുഡ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നെപ്പോളിയൻസ് എഡ്യൂക്കേഷണൽ റീഫോം. എഡ്യൂക്കേഷണൽ റീഫോംസ് എല്ലാം വായിച്ചു നോക്കുക. യൂണിവേഴ്സലൈസ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് വാസ് എസ്റ്റാബ്ലിഷ്, ഇംപ്ലിമെൻറ്റഡ് യൂണിഫൈഡ് കറൻസി സിസ്റ്റം, ദെൻ ഫ്യൂഡൽ ലോസ് വെയർ അബോളിഷ്ഡ്, നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ്. വാട്ട് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നെപ്പോളിയൻസ് എഡ്യൂക്കേഷണൽ റീഫോം? അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. 9th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് നെപ്പോളിയൻസ് പ്ലാൻ ടു ഡിസ്ട്രോയ് ബ്രിട്ടൻ ഇക്കണോമിക്കലി. ഇക്കണോമിക്കലി ബ്രിട്ടനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നെപ്പോളിയൻ്റെ പ്ലാനുകൾ എന്തൊക്കെയായിരുന്നു? പ്രിപ്പയർ എ നോട്ട് ഓൺ ദി മെത്തേഡ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് ദിസ് പ്ലാൻ. ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നെപ്പോളിയൻ എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചത്? ഇപ്പം നെപ്പോളിയൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഇംഗ്ലണ്ടിനെയായിരുന്നു അല്ലേ? ഇംഗ്ലണ്ടുകാർ ഫ്രാൻസിനെ പിടിച്ചെടുക്കുമോ എന്ന ഒരു ഭയം നെപ്പോളിയൻ ഉണ്ടായി. അപ്പോൾ അത് ഇക്കണോമിക്കലി ഇംഗ്ലണ്ടിനെ ബ്രിട്ടനെ നശിപ്പിക്കാൻ, ഡിസ്ട്രോയ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു? അപ്പോൾ 2-3 പോയിൻ്റെങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് ഓഫ്. ഈ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ PDF നോക്കുക. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ്. 3 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം പോയിൻറ്റ്സ് എഴുതണം? ഒരു 3 പോയിൻറ്റ്സ് മിനിമം 4 or 5 പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാം. ഇവാലുവേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ്, ദ കോമൺസ് ഇൻ ദ സോഷ്യൽ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ് ഇൻ ദ 18th century. തേർഡ് എസ്റ്റേറ്റിൻ്റെ ആ സ്റ്റാറ്റസ്, അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാമോ അതെല്ലാം എഴുതുക. തേർഡ് എസ്റ്റേറ്റിൻ്റെ അവരുടെ പൊസിഷനെ സംബന്ധിച്ച്, അവരുടെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, റീഫോം ഓഫ് ടർഗോട്ട് ഇംപ്രൂവ്ഡ് ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ് ടു സം എക്സ്റ്റെൻറ്റ്. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ റീഫോംസ് ഓഫ് ടർഗോട്ട്. അതുപോലെ തന്നെ ആൻസർ ഉണ്ട്, അത് നിങ്ങൾ എഴുതുക. ഓക്കെ, വൺ ഓഫ് ദ റീഫോംസ് പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി ഇൻ ഫ്രാൻസ് വാസ് ദ അബോളിഷൻ ഓഫ് ദി ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ ടു ദ കാത്തലിക് ചർച്ച്. റൈറ്റ് ദ അതർ റീഫോംസ്. ഇപ്പോൾ കാത്തലിക് ചർച്ചിന് കൊടുക്കേണ്ട ടാക്സിനെ സംബന്ധിച്ച് അവർ അബോളിഷ് ചെയ്തു. മറ്റ് റീഫോംസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പം നിങ്ങൾ നാഷണൽ അസംബ്ലി കൊണ്ടുവന്ന എല്ലാ റീഫോംസും എഴുതാം. അതിനകത്ത് ഒരെണ്ണം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അബോളിഷൻ ഓഫ് ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ ടു ദ കാത്തലിക് ചർച്ച്. മറ്റെന്തൊക്കെ റീഫോംസ് കൊണ്ടുവന്നോ അതെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതുക. പ്രിപ്പയർ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സെപ്റ്റംബർ മസാക്കർ. സെപ്റ്റംബർ മസാക്കറിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക.
Okay. 14th question. The concept of modern nationalism is a contribution of the French Revolution. Analyze the statement in terms of the consequences of the French Revolution. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കോൺസിക്വൻസസ്, ഇമ്പാക്റ്റ്, കോൺസിക്വൻസസ് എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് അല്ല ക്വസ്റ്റ്യൻ, രണ്ടാമത്തതാണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ദി കോൺസിക്വൻസസ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടുവന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ കോൺസിക്വൻസസ്, അത് വേൾഡിന് എന്താണ് തന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ ഫ്രാൻസിൽ മാത്രം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയ ഒരു റെവല്യൂഷൻ അല്ലായിരുന്നു. ആ റെവല്യൂഷനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ 15th question. ലുക്ക് അറ്റ് ദ മാപ്പ്. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദ എനി 3 നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസ് നിങ്ങൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, ഫ്രാൻസ് തന്നിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ആ സമീപത്ത് കിടക്കുന്ന നെയ്ബറിംഗ് സ്റ്റേറ്റ്സിൻ്റെ പേരെഴുതുക. ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രാൻസിൻ്റെ ചുറ്റുപാടുമുള്ളത്? എത്ര എണ്ണത്തിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യണം? എനി 3. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു മാപ്പാണ്. അപ്പോൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. എനിവേ ഇതാണ് നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം ബൈ ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് 18th century ഫ്രഞ്ച് സൊസൈറ്റി. 18th century ഫ്രഞ്ച് സൊസൈറ്റിയെ നമുക്കറിയാം അല്ലേ? അത് ഇവിടെ ബ്ലാങ്കായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ അതതുപോലെ തന്നെ ചെയ്യുക. ഫീച്ചേഴ്സാണ് എഴുതേണ്ടത് കേട്ടോ, ഫീച്ചേഴ്സ്. അടുത്ത ഡിസ്ക്രൈബ് ദ റീഫോം പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് ഏതൊക്കെ റീഫോംസ് ആണ് കൊണ്ടുവന്നത് അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 4 mark questions. Evaluate the circumstances that led to the rise of public uprising against the despotic regime that existed in France. ഫ്രാൻസിലെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള ആ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, ഇപ്പോൾ എംപറേഴ്സ് ഓഫ് ഫ്രാൻസിനെ പറ്റിയാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. അനലൈസ് and list down the reasons as to why the rulers of France become unpopular. അങ്ങനെ വേണേലും ഒരു ക്വസ്റ്റ്യൻ വരാം. എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ രാജാക്കന്മാരെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരല്ലാതായി മാറിയത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരോട് താല്പര്യമില്ലാതായി പോയത്, അവരെ അൺപോപ്പുലർ ആയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഡെസ്പോട്ടിക് റെജിം. അപ്പോൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒരു 5 പോയിൻ്റ് 6 പോയിൻ്റ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നോബിൾസ് ഫൈറ്റ്, പ്രീസ്റ്റ് പ്രേ ആൻഡ് ദ കോമൺസ് പേ. ദിസ് വാസ് എ പോപ്പുലർ സേയിങ് എമംഗ് ദി കോമൺ പീപ്പിൾ ഇൻ ഫ്രാൻസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അപ്പോൾ കോമൺ പീപ്പിള് അവരുടെ ഫീച്ചേഴ്സാണ് എഴുതേണ്ടത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് നമ്മൾ ഒരു ചാപ്റ്ററിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒരു ചാപ്റ്ററിൻ്റെ റിവിഷനാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വരും. ഓക്കെ, നിങ്ങൾ വിചാരിക്കരുത് ഇതുകൊണ്ട് അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും വന്നതല്ലേ. ഓക്കെ, എന്തുകൊണ്ടാണ് 4 മാർക്ക് ക്വസ്റ്റ്യനും ഇങ്ങനെ വരാം. അപ്പോൾ ഒരു ചാപ്റ്ററാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത്. ആ ചോദ്യങ്ങളുടെ രീതി, അതിൻ്റെ ഫോം മാറ്റി മാറ്റി കാണിക്കുകയാണ്. ഇത് കണ്ടോ, നോബിൾസ് ഫൈറ്റ്, പ്രീസ്റ്റ് പ്രേ ആൻഡ് ദ കോമൺ പേ. കോമൺസ് പേ ചെയ്യും, പ്രീസ്റ്റുകൾ പ്രാർത്ഥിക്കും, നോബിൾസ് ഫൈറ്റ് ചെയ്യും. അപ്പം എന്താണ് കോമൺ പീപ്പിളിൻ്റെ അവസ്ഥ? അതാണ് പിന്നെയും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കോമൺ പീപ്പിളിൻ്റെ അവസ്ഥ എന്താണ്? വാട്ട് വാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റാറ്റസ് ഓഫ് കോമൺ പീപ്പിൾ ഇൻ ഫ്രാൻസ്? ഇവാലുവേറ്റ് ദ റൈസ് ആൻഡ് ഡിസ്കണ്ടൻറ്റ് ഓഫ് ദി മിഡിൽ ക്ലാസ് ഡിസിസീവ്ലി ഇൻഫ്ലുവൻസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഡിസ്കണ്ടൻറ്റ് ആൻഡ് ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിൻ്റെ റൈസ്. പക്ഷെ അവർ ഇക്കണോമിക്കലി
റൈസ് ചെയ്തെങ്കിലും അവർക്ക് സോഷ്യലി അവരുടെ സ്റ്റാറ്റസ് വളരെ ലോ ആയിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് അവരെ അംഗീകരിച്ചില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഓക്കെ, ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൺസ്. ഹൂ മേഡ് ദിസ് ആർഗ്യുമെൻറ്റ്? ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദ ആർഗ്യുമെൻറ്റ്. ഇത് ആരുടെ ആർഗ്യുമെൻ്റ് ആണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവാലുവേറ്റ് ദ റോൾ പ്ലേഡ് ബൈ വിമൻ ഇൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് വിമൻ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. ആർക്കെങ്കിലും ആൻസറിനെ സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നും നിങ്ങളുടെ നോട്ടിൽ നിന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ PDF നോക്കുക. ഓക്കെ, 24th ക്വസ്റ്റ്യൻ. Men are born and remain free and equal in rights. The above quotation is taken from the Declaration of Human Rights prepared by National Assembly of France. Explain the main ideas of Declaration of Human Rights. Declaration of Human Rights-ലെ മെയിൻ ഐഡിയാസ് ലിസ്റ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ലിസ്റ്റ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ആൻസർ നിങ്ങൾ കുറച്ച് പേപ്പറുകൾ മേടിച്ച് വെച്ച് ഇങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും മെയിൻ പോയിൻറ്റ്സ് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, അല്ല സോറി 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. റൈറ്റ് ദ മേജർ ഡിസിഷൻസ് ഓഫ് ദി കോൺഗ്രസ് ഓഫ് വിയന്ന കോൺഗ്രസിൻ്റെ ഡിസിഷൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, വിയന്ന കോൺഗ്രസിൻ്റെ ഡിസിഷൻസ് ചോദിച്ചിരിക്കുകയാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ. ദ എസ്റ്റേറ്റ് ജനറൽ വാസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഫ്രഞ്ച് സൊസൈറ്റി. എസ്റ്റേറ്റ് ജനറൽ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആയിരുന്നു. കാരണം എസ്റ്റേറ്റ് ജനറലിലും എന്തുണ്ടായിരുന്നു, 3 സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതൊക്കെയായിരുന്നു ആ സെക്ഷൻസ്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആ സെക്ഷനെ പറ്റിയും നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, 3നെ പറ്റിയും എഴുതണം. ഈ 5 മാർക്ക് ഈ 3 കാര്യങ്ങൾക്കായിട്ട് ഡിവൈഡ് ചെയ്താണ് നിങ്ങൾക്ക് കിട്ടുക. 1ഉം 2ഉം നമ്മൾ എഴുതി 3ാമത്തത് ഉപേക്ഷിച്ചാൽ നമുക്ക് ആ മാർക്കും അതനുസരിച്ച് സ്കോർ കുറയും. അതുകൊണ്ട് 3നെ പറ്റിയും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നെപ്പോളിയൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഫ്രാൻസ്. ഡിസ്കസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അപ്പം നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എല്ലാം വിശദമായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. അത് വിശദമായിട്ട് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ PDF-ഉം ഇതിൻ്റെ ആൻസറും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് PDF ലഭ്യമാണ്. നിങ്ങൾക്ക് ആൻസറുകളെല്ലാം വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.